ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ കൂട്ടായ്മ ഈ ദേശത്ത് അനുഭവിച്ചു തന്ന ദൈവിക ബലികളെ ഓർത്ത് ഞാൻ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ശുശ്രൂഷയിലായിരിക്കുന്ന കർത്താവിന്റെ ബഹുമാന്യനായ കർത്താദാസൻ പാസ്റ്റർ റോയി അവർ, ഈ മീറ്റിംഗ് പ്രാരംഭത്തിൽ ലീഡ് ചെയ്ത കർത്താദാസൻ പാസ്റ്റർ, വേദിയിലായിരിക്കുന്ന തോമസ് ബെഞ്ചമിൻ, മനോഹരമായ ഗാനങ്ങൾ പാടി ആരാധന നയിക്കുന്ന സഹോദരന്മാരെ, സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവരേവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ ഞാൻ ആരംഭമായി അറിയിക്കുന്നു. എന്റെ പേര് MS ചെറിയാൻ എന്നാണ്. ഞാൻ പത്തനംതിട്ട തോന്നിയാമല സ്വദേശിയാണ്. ഞാൻ 2007 മുതൽ കർത്താവിന്റെ വേലയിൽ ആയിരിക്കുന്നു. 97 മുതൽ 2007 വരെ ഞാൻ ജോലിയുള്ള സൗദി അറേബ്യയിലായിരുന്നു. അവിടെ നിന്ന് കർത്താവിന്റെ വേലയ്ക്കായി ഒരുക്കി 2007 ഞാൻ നാട്ടിൽ വന്നു. 2010 വരെ ദൈവത്തിന്റെ വചനം ഭാഗ്യമായി ദൈവം ഭാഗ്യം തന്നു. നിരന്തരമായി നെല്ലിക്കാലയ്ക്കടുത്ത് വെള്ളപ്പാറ എന്ന സ്ഥലത്ത് ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ നൽകി. ഒരു 2-3 വർഷക്കാലം ആ വേലയ്ക്ക് വേണ്ടി വന്ന ഒരു ഫലപ്രാപ്തിയൊന്നും കണ്ടില്ല. എന്നാൽ ഇപ്പോൾ ഒരു 25 പേരിലധികമായി കർത്താവിനെ ആരാധിക്കുന്ന ചെറിയൊരു കൂട്ടായ്മ ദൈവം ഞങ്ങൾക്ക് അവിടെ തന്നു. എനിക്ക് ഭാര്യയും 3 കുഞ്ഞുങ്ങളുമുണ്ട്. ഞങ്ങൾ കർത്താവിന്റെ വേലയിൽ ആയിരിക്കുന്നതിൽ സന്തോഷിക്കുന്നു. ഈ ദേശത്തേക്ക് കടന്നു വരുവാൻ ഞങ്ങൾക്ക് എനിക്ക് വലുതായി നിർമ്മിച്ചു കടന്നു വരുവാൻ അവസരങ്ങൾ നൽകി. ഞങ്ങൾ മെയ് 6 മുതൽ ഇവിടെ ആയിരിക്കുന്നു. ഞാൻ ദൈവമായ ചൊവ്വാഴ്ച ഞാൻ കടന്നു പോകും. വൈഫ് ഈ ജൂൺ മാസം 10-ാം തീയതി നാട്ടിലേക്ക് കടന്നുപോയി. ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തിലേക്ക് വഴികളുമായി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ കടന്നു വരുവാൻ ഞങ്ങൾക്ക് മുഖാന്തരമായത് ഞങ്ങളുടെ ഒരു ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഭവനം ഈ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. കർത്താവിന്റെ ദാസൻ നാമച്ചായനും ജനിമാമയും മക്കളുമാണ്. ജനിമാമ എന്റെ വൈഫിന്റെ കസിൻസ് ആണ്. അവർ 2 പേരും കസിൻസ് ആണ്. അങ്ങനെയാണ് നാമച്ചായൻ മുഖാന്തരമാണ് ഞങ്ങൾക്ക് എനിക്കിവിടെ അവസരം ലഭിച്ചത്. കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ എന്റെ വൈഫ് ബ്രദർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഞാൻ വിവാഹം കഴിച്ചതാണ്. ആ സാഹചര്യങ്ങളിൽ താമച്ചായന് ജനിമാമയുടെ ഭവനവുമായി ബന്ധപ്പെട്ട് അവിടെ നടത്തിയ ഉപവാസ പ്രാർത്ഥനയിലും അവിടെ നടത്തിയ ക്രിസ്തീയ പ്രവർത്തനങ്ങളിലുമാണ് എന്റെ വൈഫിന് പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വരാനുള്ള പ്രചോദനം ലഭിച്ചത്. ആ നിലയിലും ഒരു ആത്മീയ പിതാവ് എന്ന നിലയിലും താമച്ചായനോട് കുടുംബത്തോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. അത് മാത്രമല്ല, കർത്താവിന്റെ വേദിയിൽ ഞങ്ങൾക്ക് വലിയ കൈത്താങ്ങലായ ഭവനം സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഭവനത്തിൽ കടന്നുപോയ ഒരുമിച്ച് കൂട്ടായ്മയായിരിക്കുന്ന അവസരങ്ങൾ ലഭിച്ചു. ഇവിടെയും കാണുന്നതിൽ സന്തോഷമുണ്ട്. മറ്റ് ആരെയും പരിചയമുള്ള മുഖങ്ങൾ ഞാൻ ഇവിടെ കാണുന്നില്ല. എല്ലാവരെയും ഓർത്ത് കർത്താവിന് വന്ന് കർത്താവിൽ നന്ദി കരയിക്കുന്നു. പ്രതിയാൽ എന്നെ ഇവിടേക്ക് ക്ഷണിച്ച കർത്താവിദാസൻ ഡോക്ടർ വിൽസൺ ജോസഫ് അവരുടെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിദാസൻ അവസരം നൽകിയതിന് കർത്താവിദാസന്റെ അഭാവത്തിൽ നന്ദിയും വന്ദനവും ഞാൻ ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. എനിക്ക് ലഭിക്കപ്പെട്ട സമയം പരിമിതമാണ്. അതേസത്വം ഇവിടെ അത് ഒരു വേദഭാഗം വായിക്കുവാൻ മാത്രമേ എന്റെ മുൻപിൽ സമയമുള്ളൂ. എന്നാൽ ഈ അതേ കാലഘട്ടങ്ങളിൽ കടന്നു പോകുമ്പോൾ അത് ദൈവജനത്തിന്റെ പ്രത്യാശ നഷ്ടപ്പെടാതെ നമ്മുടെ കർത്താവ് വരും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ മുന്നേറുകയാണ്. ഈ കാലഘട്ടം വിളിച്ചറിയിക്കുന്ന ഒരു സത്യമുണ്ട്. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു. അവനിതാ വാതിൽക്കൽ ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. അനേക സംഭവങ്ങൾ നാം കേൾക്കുമ്പോൾ ഈ സംഭവങ്ങളെ വിലയിരുത്തുമ്പോൾ കർത്താവിന്റെ ആ രാജ്യത്തിന് വേണ്ടി ഓടുവാൻ ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഒരു വേദഭാഗം അതേ അമ്മയെ വായിക്കുന്നു. സംഖ്യാപുസ്തകം 10-ാം അധ്യായം ഒരാൾ ശബ്ദം ഉയർത്തി 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നതേ ഉള്ളൂ, വിവരിക്കുന്നില്ല. അതുകൊണ്ട് ആ ഭാഗം ഒന്ന് വായിച്ച് നമ്മുടെ പ്രത്യാശയോട് പുതുക്കി തിരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. അവൻ നിനക്ക് സഭയെ വിളിച്ചു കൂട്ടുവാനും ആളയത്തെ പുറപ്പെടുവിപ്പാനും ഉതകണം. അവയൂതുമ്പോൾ സഭ മുഴുവനും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ നിന്റെ അടുക്കൽ കൂടേണം. ഒരു കാഹളം മാത്രം ഊതിയാൽ ഇസ്രായേലിന്റെ സഹസ്രാധിപന്മാരായ പ്രഭുക്കന്മാർ നിന്റെ അടുക്കൽ കൂടേണം. ഗംഭീര ധ്വനി ഊതുമ്പോൾ കിഴക്കേ പാളയങ്ങൾ യാത്ര പുറപ്പെടണം. 2-ാം പ്രാവശ്യം ഗംഭീര ധ്വനി ഓതുമ്പോൾ തെക്കേ പാളയങ്ങൾ യാത്ര പുറപ്പെടണം. ഇങ്ങനെ ഇവരുടെ പുറപ്പാടുകൾക്കായി ഗംഭീരധ്വനി ഊതേണം. സഭയെ കൂട്ടേണ്ടതിനെ ഊതുമ്പോൾ ഗംഭീരധ്വനി ഊതരുത്. അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരാകുന്നു കാഹളം ഊതേണ്ടത്. ഇത് നിങ്ങൾക്ക് തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിന്റെ നേരെ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീരധ്വനിയായി കാഹളം ഊതേണം. എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവ
നിങ്ങളെ ഓർത്ത് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. നിങ്ങളുടെ സന്തോഷ ദിവസങ്ങളിലും ഉത്സവങ്ങളിലും മാസാരംഭങ്ങളിലും നിങ്ങൾ ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും കഴിക്കുമ്പോൾ കാഹളം ഊതണം. അവ നിങ്ങൾക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ജ്ഞാപകമായിരിക്കും. യഹോവയായ ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു. ദൈവത്തിന്റെ മഹത്വം. ഈ വായിച്ചു കേൾക്കപ്പെട്ട ദൈവത്തിന്റെ വചനം സംഖ്യാപുസ്തകം 10-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ നാം അത് വായിക്കുമ്പോൾ ഇസ്രായേൽ ജനം ആ സീനായി മല മുതൽ തങ്ങളുടെ വാഗ്ദത്ത ദേശത്തിന്റെ കിഴക്കേ അതിർത്തി വരെ യാത്ര ചെയ്ത 40 സംവത്സരങ്ങളായ ചരിത്രങ്ങൾ നമുക്ക് ഇതിനകത്ത് വായിക്കുവാൻ കഴിയും. എന്നാൽ ഒരു തലമുറയ്ക്ക് മുൻപും തലമുറയ്ക്ക് പിൻപും എടുക്കപ്പെട്ട കണക്കുകൾ നിമിത്തമാകാം ഇതിന് നമ്പേഴ്സ് അഥവാ സംഖ്യ എന്ന പേര് വരുവാൻ കാരണം. എന്നാൽ ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ദൈവം മോശ മുഖാന്തരം ജനത്തെ ബെത്ലേമിലെ അടിമത്തത്തിലായിരുന്ന ജനത്തെ പുറപ്പെടുവിച്ച് ചെങ്കടൽ കടന്ന് മരുഭൂമിയിൽ കൊണ്ടുവന്ന് ആ മരുഭൂമിയിൽ കൂടി അവര് വാഗ്ദത്ത ദേശത്തേക്ക് യാത്ര ചെയ്യുന്ന ചരിത്രമാണ് നമ്മൾ വായിക്കുന്നത്. നമുക്കറിയാം 20 ലക്ഷത്തിലധികമായ ആൾക്കാര് പാളയം ഗണഗണമായി പാളയമടിച്ച് മരുഭൂമിയിൽ പാർത്ത് മോശ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച നിർദ്ദേശങ്ങൾ കൊടുത്ത് ആ നിർദ്ദേശങ്ങൾ പാലിച്ച് അവർ യാത്ര ചെയ്യുകയാണ്. എന്നാൽ നീണ്ട 40 സംവത്സരകാലം വരെ യാത്ര ചെയ്തു എന്ന് നമുക്ക് വായിക്കുവാൻ കൂടെ കഴിയും. ഇവിടെ ഈ ജനത്തെ പുറപ്പെടുവിക്കുവാൻ കൊണ്ടും ഇവരെ ക്രമക്രമമായി അവൻ നടത്തുവാൻ മോശയോട് ദൈവം പറയുന്നു 2 കാഹളങ്ങൾ ഉണ്ടാക്കണം. വെള്ളിയുടെ തകടിൽ അടിപ്പുപണിയായി അടിച്ച് പണിഞ്ഞ ഈ കാഹളങ്ങൾ ദൈവത്തിന്റെ ജനത്തിന് സ്വന്തം ദൈവത്തിന്റെ സന്ദേശവും കൽപ്പനകളും അറിയിക്കുന്നതിനായി ഊതണം എന്ന് മോശയോട് പറയും. 2 കാഹളങ്ങളിൽ ഒന്ന് സ്വന്തം ദൈവത്തിന്റെ ജനത്തെ അഥവാ പാളയമടിച്ച് ഗണഗണമായി പാളയമടിച്ച് പാർക്കുന്ന ദൈവത്തിന്റെ ജനത്തെ വിളിച്ച് ദൈവിക നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണ്. നമുക്കറിയാം ഗണഗണമായി പാളയമടിക്കുമ്പോൾ ദൈവത്തിന്റെ സാക്ഷ്യപ്പെട്ടകം അഥവാ തിരുനിവാസം എന്ന പെട്ടകം അവരുടെ നടുവിലുണ്ട്. പുരോഹിതന്മാരത് ചുമന്ന് സ്ഥലത്തേക്ക് കൊണ്ടുപോയി വെക്കുന്നു. അവിടെ നിന്ന് ഈ സമാഗമന കൂടാരത്തിന്റെ മുൻപിൽ ഒന്നാമത്തെ 2 കാഹളം ഉണ്ടാക്കണം. ഒന്നാമത്തെ കാഹളം മൃദുവായി ഊതേണ്ടതാണ്. ആ മൃദുവായുള്ള കാഹളം കേൾക്കുമ്പോൾ ജനമെല്ലാം പാളയം വിട്ട് കൂടാരം വിട്ട് പുറത്തു വന്ന് സമാഗമന കൂടാരത്തിന് മുൻപോട്ടുള്ള ദൈവിക കൽപ്പനകളും മുൻപോട്ടുള്ള നിർദ്ദേശങ്ങളും കേട്ടനന്തരമായി അവരെ കൂടാരത്തിലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ കൂടാരത്തിലേക്ക് മടങ്ങിപ്പോയ അനന്തരം അധികം താമസമില്ല വീണ്ടും ഒരു കാഹളം ഗംഭീരധ്വനിയായി ഊതും. ആ ഗംഭീരധ്വനിയായി കാഹളം ഊതുമ്പോൾ മോശ ദൈവം അനുസരിച്ചതുപോലെ അവര് ഗണഗണമായിട്ട് യാത്ര പുറപ്പെട്ടു പോകണം. അതിനുവേണ്ടി ഈ കാഹളം ഉണ്ടാക്കണമെന്ന് മോശയോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കാഹളം ഊതുമ്പോൾ ജനമെല്ലാം മറ്റൊരു സ്ഥലത്തേക്ക് പോകും. അത് മാത്രമല്ല ദൈവത്തിന്റെ മേഘവും അവരോടൊപ്പം യാത്ര ചെയ്ത് മറ്റ് പാളയമടങ്ങുന്ന സ്ഥലത്തേക്ക് കടന്നു പോവുകയാണ്. അങ്ങനെ 40 സംവത്സരകാലം വരെ നടത്തിയ ചരിത്രങ്ങളാണ് നാം ഇതിനകത്ത് വായിക്കുന്നത്. എന്നാൽ ഇവിടെ വായിക്കുന്നു സ്വന്തം ഈ പുറപ്പാടുകൾക്കുള്ള കാഹളം ഗംഭീരധ്വനിയായും സമാഗമന കൂടാരത്തിന് മുന്നിൽ അടുത്തു വരുവാൻ മൃദുവായും ഈ കാഹളം ഊതണം. എന്നാൽ ഗംഭീരധ്വനിയായി വീണ്ടും കാഹളം ഊതേണ്ട അനേക സന്ദർഭങ്ങളെ കുറിച്ച് പറയുന്നു നിങ്ങൾ വാഗ്ദത്തത്തിലേക്ക് യാത്ര ചെയ്ത് കടന്നു പോകുമ്പോൾ അനേക ശത്രുക്കളുണ്ട്. അവർ നിങ്ങളെ ഞെരുക്കും. അവർ നിങ്ങളോട് യുദ്ധത്തിന് വരും. അവര് നിങ്ങളുടെ വാഗ്ദത്തത്തിനെതിരായി നിൽക്കും. അപ്പോഴൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഗംഭീരധ്വനിയായി കാഹളം ഊതണം. ഗംഭീരധ്വനിയുമായി കാഹളം ഊതുമ്പോൾ നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിന്റെ മുൻപിൽ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഈ ഗംഭീരധ്വനിയായി കാഹളം കേൾക്കുമ്പോൾ ദൈവം നിങ്ങളെ ഓർത്ത് ഇറങ്ങി വന്ന് നിങ്ങളെ വിടുവിക്കും എന്ന് അവരോട് പറയുന്നു. അടുത്തായിട്ട് പറയുന്നു നിങ്ങൾ സമാധാന സന്തോഷ ദിനങ്ങളിൽ നിങ്ങൾ കാഹളം പോകും. എപ്പോഴാണ് ഈ സന്തോഷ ദിവസം? ശത്രുവിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് സന്തോഷത്തിലേക്ക് കടക്കുമ്പോഴും നിങ്ങൾ ഗംഭീരധ്വനിയായി കാഹളം. പിന്നീട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെ ഉത്സവ ദിവസങ്ങളിൽ കാഹളം ഊതണം എന്ന് പറയുന്നു. മാസാരംഭങ്ങളിൽ നിങ്ങൾ കാഹളം ഊതുന്നു. ഉത്സവം എന്ന് പറയുന്നത് ദൈവം ജനത്തിനെ കൽപ്പിച്ചാക്കി കൊടുത്തിരിക്കുന്ന പ്രത്യേകമായ ദിവസങ്ങളാണ്. ഒന്നിച്ച് കടന്നു വന്ന് കാഹളം ഊതി അവർ ദൈവത്തിന്റെ വാഗ്ദത്തത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പിന്നീട് നമ്മൾ വായിക്കുന്നു യാഗങ്ങൾക്ക് മാസാരംഭങ്ങളിൽ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക. എന്താണ്? നിങ്ങൾ ഓരോ മാസവും കഴിഞ്ഞ നാളുകളിൽ വന്ന ദിനങ്ങളെ ഓർത്ത് പുതിയത് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ പുതിയ പാന്താവുകളിലേക്ക് നിങ്ങൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് കാഹളം ഊതണം എന്ന ദൈവത്തിൽ വായിക്കും. അങ്ങനെയെങ്കിൽ ഇങ്ങനെ പുറപ്പെട്ട ജനം അവര് 40 സംവത്സരകാലം മരുഭൂമിയിൽ ജീവിച്ചുവെന്ന് നമുക്കറിയാം. എന്നാൽ ഇത് നമുക്കറിയാം ഈ മരുഭൂമിയിലെ സഭ ക്രിസ്തീയ അല്ലെങ്കിൽ
ക്രിസ്തു വിശ്വാസികൾക്ക് ഒരു നിഴലായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇന്ന് നാം യാത്ര ചെയ്തുപോലെ ഒരു യാത്രയില്ല. എന്താണ്? അതേ സ്വന്തം കാൽവരി ക്രൂശിൽ മാനവരാശിക്ക് വേണ്ടി അടിപ്പുപണിയായി തന്റെ രക്തം ഒഴുക്കി ശരീരം മുഴുവൻ അടിച്ച് തകർത്ത് മാനവരാശിയുടെ വിടുതലിന് വേണ്ടി ഇനി ഒരു രക്ഷയില്ല, ഇനി ഒരു യാഗവും ശേഷിക്കില്ല പറഞ്ഞ് സ്വന്തം ശരീരത്തെ യാഗമാക്കി സ്വന്തം കാൽവരിയിൽ സ്വന്തം നമുക്ക് വേണ്ടി അടിപ്പുപണിയായി തീർന്ന നമ്മുടെ കർത്താവ് ആ കാൽവരിയിൽ ചൊരിഞ്ഞ രക്തനിമിത്തം പാപത്തിലും അന്ധകാരത്തിലുമായിരുന്ന നമ്മെ ഈ ക്രൂശിലെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് വീണ്ടെടുക്കപ്പെട്ടവരായി നാം തീർന്നു. അങ്ങനെയെങ്കിൽ കാൽവരിയിൽ ഒഴുകിയ ഈ രക്തം സ്വന്തം ആ കാൽവരിയിൽ വിളിച്ചു പറഞ്ഞ ഈ സന്ദേശം മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരിയിൽ തറക്കപ്പെട്ട യേശുവിന്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിച്ച് ഒരു വാഗ്ദത്ത നാട്ടിലേക്ക് നമ്മെ യാത്ര തിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ആ ക്രൂശിന്റെ ചുവട്ടിൽ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് സ്വത്രം അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് പോലെ ചെങ്കടൽ കടന്ന് കർത്താവിനോട് ചേരുവാൻ സ്നാനമേറ്റ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വന്ന് കർത്താവ് ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ആത്മീയ സിയോനിലേക്കുള്ള യാത്രക്കാരായി നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവജനമേ നമ്മെ വീണ്ടെടുത്ത ക്രിസ്തുവിന്റെ നിർദോഷവും നിഷ്കളങ്കമായ രക്തത്താൽ നമ്മെ വീണ്ടെടുത്ത് നമുക്കെതിരായ കൈയെഴുത്തുകളെ മായ്ച്ചു കളഞ്ഞ് നമുക്കെതിരായുള്ള സ്വന്തം അല്ലേലിയ എല്ലാ ശാപങ്ങളെയും മായ്ച്ച് ക്രൂശിന്റെ രക്തത്താൽ നമ്മെ കഴുകി ശുദ്ധീകരിച്ച് ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുക്കി. അങ്ങനെയെങ്കിൽ ആ ക്രൂശിലെ രക്തം നിമിത്തം നമ്മൾ പാപവിമുക്തരായി തീർന്നു. നമുക്ക് വേണ്ടി കാൽവരിയൊരുക്കിയ ആ നിറത്താൽ കാൽവരിയിൽ ഇങ്ങനെ സകലനീതിയും നിറവേറിയെന്ന് പറഞ്ഞ് മൃദുവായി ഊതിയ ശബ്ദം ദൈവവേദലേ എന്റെ നിങ്ങളുടെ കാതുകളിൽ മന്ദമായി എത്തി. അത് സ്വീകരിച്ച് കാൽവരി ക്രൂശിലൂടെ രക്ഷ പ്രാപിച്ച് ആ വാഗ്ദത്തത്തിലേക്ക് സിയോനിലേക്ക് ഓടുന്ന ദൈവത്തിന്റെ വേദലേ നമുക്കും ഹല്ലേലൂയ ഈ യാത്രയുടെ മധ്യത്തിൽ അനേക പ്രതിസന്ധികളുടെ മധ്യേ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് കാലം കാൽവരിയിൽ ഊതിയ ശബ്ദം യേശു ക്രിസ്തുവിന്റെ നാമമാണ്. അത് സകല മുഴങ്കാലം മടങ്ങുന്നതാണ്. അത് അവയസ്വത്രമില്ല. പിശാചിന്റെ തലയെ തകർത്ത ആ നാമം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ജനത്തിന്റെ കാഹളമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിലെ എന്റെയും നിങ്ങളെയും ആത്മീയ സിയോനിലേക്കുള്ള യാത്രയുടെ മധ്യത്തിൽ എന്നെയും നിങ്ങളെ ജനിക്കുന്ന അനേക പോരുകളുണ്ട്. ശത്രുവിന്റെ മുൻപിൽ നീ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീര ധ്വനിയായി കാഹളമൂലമെന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞതുപോലെ ഈ രാത്രിയിലേക്കും നിങ്ങൾക്ക് വേണ്ടി അടിപ്പുപണിയായി പണിതെടുത്ത നമ്മുടെ പാവങ്ങളെ ശാപങ്ങളെ ക്രൂശിലില്ലായ്മ ചെയ്ത നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയുന്ന ശത്രുവിന്റെ മേൽ ജയം ഭരിക്കുന്ന യേശുവിന്റെ നാമം എന്ന് പറയുന്നത് ആ ആത്മീയ സിയോനിലേക്ക് യാത്ര ചെയ്യുന്ന എന്റെയും നിങ്ങളെയും ഒരു ആയുധമാണ്. അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം ദൈവമേ എന്റെയും നിങ്ങൾ ജനിക്കുന്ന പോരുകളുടെ മേൽ വിടുതൽ പ്രാപിക്കണമെങ്കിൽ ഈ രാത്രിയിൽ ഈ പകൽക്കാലം ഞാനും നിങ്ങളും ആ കാഹളമൂതുവാൻ തയ്യാറാകണം. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വയതിലെ നമ്മൾ വായിച്ചവരെ ജനിക്കുന്ന ശത്രുവിന് മുൻപിൽ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീരമായി കാഹളമൂതണം. ദൈവവേദലേ സ്വന്തം ജനിക്കും നിങ്ങൾക്കും അക്ഷരികമായ ആയുധമെടുത്ത് പോരാടാൻ കഴിയത്തില്ല. എന്നാൽ ദൈവവേദലേ നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജടികങ്ങളല്ല, കോട്ടകളെ ഇടിക്കുവാൻ ശക്തിയുള്ളവരാണ്. നമ്മൾ ഇങ്ങനെ വായിക്കുന്ന അപ്പോസ്തലൻ പൗലോസ് പറയുന്നു നമ്മുടെ പിതാക്കന്മാരെല്ലാവരും ആത്മീയ മന്നത്തിന്നവരാ, ഒരേ നേതൃത്വത്തിന് കീഴിൽ സഞ്ചരിച്ചവരാ, ക്രമീകൃതമായി യാത്ര ചെയ്തവരാ, ദൈവത്തിൽ നന്മ പ്രാപിച്ചവരാ. പക്ഷേ എല്ലാവരും അതിൽ ചിലർ ദുർമോഹികളായി തീർന്നു, ചിലർ ദൈവത്തെ പരീക്ഷിച്ചു, ചിലർ വിഗ്രഹാരാധികളായി തീർന്നു. എല്ലാവരും മരുഭൂമിയിൽ ഒഴുകിപ്പോയി. എന്ന് രാത്രി ദൈവജനമേ ഞാൻ നിങ്ങൾ അക്ഷരികം ആത്മീയ സിയോനിലേക്ക് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് യേശുവിനോട് ചേർന്ന് യാത്ര ചെയ്യുകയാ. ആത്മീയ സിയോനിൽ ചെന്നെത്തുന്നവരെ ഇന്ന് നടത്തുവാൻ ശക്തനായ ദൈവത്തിന്റെ നാമം നമുക്കുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിലെ ഞാനും നിങ്ങളും കാഹളം ഊതാൻ തയ്യാറായാൽ ശത്രുവിന്റെ നേരെ നീ യുദ്ധത്തിന് പോകുമ്പോ നിനക്ക് പരീക്ഷയിൽ അകപ്പെടുമ്പോ ദൈവത്തിന്റെ വചനം പറയുന്ന പരീക്ഷയോടുകൂടി അവൻ നീക്കുപോക്ക് കൽപ്പിക്കുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് സന്തോഷമുണ്ട്? എന്റെ മുൻപിൽ പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പക്ഷേ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ ശത്രുവിന്റെ തലയെ തകർത്തവരാ, അവൻ ആത്മീയ സിയോനിലേക്ക് വഴി നടത്തുന്നവരാ, അവൻ സാക്ഷാൽ മന്നയ എന്നെ തിരുന്നവൻ എപ്പോലും ജീവിക്കുന്ന ദൈവത്തിന്റെ വചനമായ ഈ പകൽക്കാലം ദൈവത്തിലെ ആ വചനത്തിന്റെ ശക്തി, ആ നാമത്തിന്റെ ശക്തി എന്റെ നിങ്ങളെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാൻ ഒരു നിമിഷം കരകളിൽ വെച്ച് ദൈവത്തെ സ്തുതിക്കുമോ?
ദൈവങ്ങളെ ഈ കാഹളം അതേ കൽപ്പനകളും അതേ അവയെ ജനത്തെ അറിയിക്കുവാനാ. അതേ രണ്ടാമതായി വായിച്ചു ഇസ്രായേലിനെ പുറപ്പെടുവിക്കുന്നതാ. എന്നാൽ മൂന്നാമതായി നമ്മൾ യുദ്ധത്തിന് അവരെ ഉത്സാഹിപ്പിക്കുന്നതാ. അതേ നാലാമതായി ശിക്ഷാവിധിയെ അറിയിക്കുന്ന കാഹളമാണ്. അതേ യോശുവയും കൂടുതലും എനിക്കോ മുൻപിൽ വരുമ്പോൾ അവര് കാഹളമൂതി ആ ജനത്തോടുള്ള ന്യായവിധി അറിയിച്ചു. അവരെങ്കിൽ ഈ രാത്രി ഈ പകൽക്കാലം ദൈവത്തിന്റെ പേരിൽ ഞാനും നിങ്ങളും ഈ അവയെ സുവിശേഷത്തിന്റെ വക്താക്കളായി ഇവിടെ ആയിരിക്കുമ്പോൾ ഞാനും നിങ്ങൾ വിളിച്ചു പറയുന്ന യേശുവിന്റെ നാമം അതിൽ കൂടിയുള്ള രക്ഷ എന്ന സുവിശേഷം ഈ ലോകമെനിയും അറിയുന്നാൽ അത് നീണ്ടു നിൽക്കത്തില്ല. ഇത് ന്യായവിധിക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുക, ഇത് നീക്ക് വേണ്ടി സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ നമ്മുടെ മേൽ തന്ന, നമ്മുടെ വായിൽ തന്ന അതേ അന്ധകാലത്തിൽ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ കോശിപ്പാതകളും തിരഞ്ഞെടുത്ത രാജകീയ പുരോഹിത വർഗമായിരിക്കുമ്പോൾ ഈ രാത്രികൾ നമുക്ക് ആ ന്യായവിധിയെ കുറിച്ച് ഓർമ്മിക്കുന്ന ആ രക്ഷയുടെ സുവിശേഷമെന്ന വക്താവായി ചെയ്യുവാൻ, അത് വിളിച്ചു പറയുവാൻ, കാഹളം പോലെ ശബ്ദം ഉയർത്തുവാൻ എന്ന് പകൽക്കാല കഴിയുന്നെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുത പ്രവൃത്തികളെ വെളിപ്പെടുത്തുവാൻ അവൻ ശക്തനാ. ഹല്ലേലൂയ. അതേ ഞാൻ പറഞ്ഞല്ലോ, സുവിശേഷ ഘോഷണത്തെ ആ കാഹളത്തോട് നമുക്ക് ഉപമിക്കുവാൻ കഴിയും. കാൽവരിയിൽ അതേ അടുക്കുപണിയായി പണിഞ്ഞ ആ വെള്ളി കൊണ്ടുള്ള കാഹളം അവനെ വീണ്ടെടുപ്പിനെ കാണിക്കുന്നല്ലോ. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി വീണ്ടെടുപ്പിനായി അവന്റെ ദേഹമെല്ലാം അവൻ അടുക്കുപണിയായി നമുക്ക് വേണ്ടി പണിതെടുക്കപ്പെട്ടു. എന്നാൽ ദൈവത്തിന്റെ പേരിലെ ഞാനും നിങ്ങളും ആത്മീയ തീയിലേക്ക് യാത്ര ചെയ്യുക എന്ന് പകൽക്കാലം ആ തീയോടെ യാത്രയുടെ മധ്യത്തിൽ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന പോലുകളും പ്രശ്നങ്ങളും വലുതാ. പക്ഷേ ആ പ്രശ്നങ്ങൾക്കാൾ വലുതായവൻ നമ്മളോടുകൂടി ഉണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ യോഹന്നാൻ പറഞ്ഞത്, അവരോടുകൂടി ഉള്ളവരേക്കാൾ നമ്മളോടുകൂടിയുള്ള വലിയവന. ഈ പകൽക്കാലം ആത്മീയ കണ്ണുകൾ തുറന്നു വരട്ടെ. ആ ഏലിശായുടെ ശിഷ്യന്റെ കണ്ണ് തുറന്നത് പോലെ എന്റെ നിങ്ങളുടെ വിടുതലിന്റെ കരം നമുക്ക് മുൻപിലുണ്ട്. ഒരുപക്ഷെ മാമേ ആരംഭങ്ങളിലേക്ക് അടുത്തു വരുമ്പോ ആ ആരംഭങ്ങളിൽ ദൈവത്തെ സ്തുതിപ്പാൻ കഴിയത്തില്ല എന്ന് പകൽക്കാലം എന്റെ നിങ്ങളെ കഴിഞ്ഞ നാട്ടിൽ കൊണ്ടുവന്ന വിധങ്ങളെ ഓർത്ത് എന്ന് പകൽക്കാലം ഒരു വെള്ളിയാഴ്ചയുടെ നമുക്ക് കാണണമെങ്കിൽ ഒരു വെള്ളിയാഴ്ചയുടെ പ്രാരംഭത്തിൽ നീ കാൽ വയ്ക്കുമ്പോ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി അവസാനം അറിയത്തില്ല. പക്ഷേ ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പകൽക്കാലം നമ്മോട് കൂടെ ഉണ്ട്. നമുക്ക് സഹിക്കാൻ കഴിയുന്നവരുമായ പരീക്ഷകൾ തരാത്തൊരു ദൈവമാനത്തോടു കൂടെ ഉള്ളത് എന്ന് പകൽക്കാലം എത്രവർക്ക് ആ സന്തോഷമുള്ള ദൈവമേ. അങ്ങനെയെങ്കിൽ ആ കാഹളം എന്ന് പറയുന്നത് വീണ്ടെടുക്കപ്പെട്ട് വീണ്ടെടുപ്പിന്റെ കാഹളമാണ്. എന്നാൽ നാം എല്ലാം ഒരുങ്ങിയിരിക്കുന്ന ഒന്നാമത്തെ കാഹളം കാൽവരിയിൽ കേട്ടു. അടുത്തു വരുന്ന ശബ്ദം, ഇങ്ങനെ സർവ്വം നിവൃത്തിയായതുപോലെ ശബ്ദം, മാനവരാശി വിടുവിക്കുന്ന ശബ്ദം, പാപത്തിൽ ഉത്തരിക്കുന്ന ശബ്ദം, അത് മൃദുവായി ഞാൻ നിങ്ങൾ കേട്ടു. എന്നാൽ ഞാൻ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു ഗംഭീരധ്വനിയായി കാഹളം മുഴങ്ങും. ഗംഭീരനാഥത്തോടും പ്രധാനമൂല ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തലേക്ക് പിന്നെ ജീവനോട് ശേഷിക്കുന്ന അവനോടുകൂടെ മധ്യാകാശങ്ങൾ എടുക്കപ്പെടും. ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ വൈദ്യരെ ഈ കാഹളത്തിന് വേണ്ടി ഞാൻ നിങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? ഞാനും നിങ്ങൾ വാശമാകുന്ന കുറ്റികളൊക്കെ ഒന്ന് പറിച്ചെടുത്ത് ഈ പകൽക്കാലം ആമേ ആത്മീയത്തിലേക്ക് യാത്ര ചെയ്യുവാൻ ഒരുക്കമാണോ? ഞാൻ നിങ്ങൾ പലപ്പോഴും ദൈവത്തെ പരീക്ഷിച്ചിട്ടില്ലേ? ഞാൻ നിങ്ങൾ ഇസ്രായേൽ മക്കളെ പോലെ അതെ മറന്നിട്ടില്ലേ? ദൈവത്തിനെ തിരസ്കരിച്ചിട്ടില്ലേ? അന്നുള്ളത് പോലെ ഇന്നും നമ്മൾ ദൈവത്തിന്റെ വചനത്തെ തിരസ്കരിച്ചു നിൽക്കല്ലേ? എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവങ്ങളെ ഓർത്തിക്കട്ടെ, ഇനിയും വരുവാനുള്ളവൻ വരും താമസിക്കത്തില്ല. കാലം സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കർത്താവിന്റെ വരവേറ്റവും അനുസരിക്കുക. ഈ പകൽക്കാലം വരവിന് വേണ്ടി എല്ലാവരും ഒരുക്കട്ടെ. ആ ശബ്ദം കേൾക്കുമ്പോ അവന്റെ കൂടെ ഞാനും പറന്നുയരുമോ? അതെ അടോ ആശമാറ്റമാരുടെ കുട്ടികളാൽ ബന്ധിക്കപ്പെട്ടവരെ അവിടെ ആയിരിക്കുന്നുവോ എന്ന് പകൽക്കാലം പ്രത്യാശ്വാസം പുതുക്കട്ടെ. നമുക്കൊരു പാട്ടണിയിലൊരിക്കൽ ചേർന്ന് പാടി അല്പസമയം നമ്മുടെ പ്രത്യാശ്വാസം പുതുക്കാം. എല്ലാവരും ഒരു നിമിഷം അതേ നമ്മളെ സമർപ്പിച്ചാട്ട് നമുക്ക് ഒരുമിച്ച് പാടി ഒരു 2-3 നിമിഷം നമുക്ക് ദൈവത്തെ ബോധപ്പെടുത്താം. ഒരു പഴയ അതേ പാട്ടിന്റെ ചരണങ്ങൾ പാടുവാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും ഒന്ന് തങ്ങളുടെ പ്രത്യാശ്വാസം പുതുക്കിക്കാണ് ദൈവമക്കളെ. അതേ ഒന്നാമത്തെ കാഹളം കേട്ട് അതേ ആത്മീയത്തിലേക്ക് യാത്ര ചെയ്യുന്ന ദൈവത്തിലെ രണ്ടാമത്തെ കാഹളത്തിനുള്ള സമയമായി അതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി എന്ന് പറയുന്ന നമ്മയിൽ ഒന്ന് ശോധന ചെയ്ത് ഒന്ന് മടങ്ങി വന്ന് പ്രത്യാശയുടെ ഭാഗങ്ങൾ പാടി കർത്താവിനെ ബോധപ്പെടുമ്പോ നമ്മുടെ ആ സമാസമാകുന്ന കുറ്റികളിലും പഠിച്ചെടുത്ത് ഈ ഞായപ്പകൽ കാലം ദൈവത്തേക്ക് നമുക്ക് നോക്കാം. ആത്മീയത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. ഭാര്യ അല്പസമയം ദൈവത്തെ ബോധപ്പെടുത്താം. യേശുവേ മരണമേ സത്യാത്മദൈവമേ, യേശുവേ മരണമേ സത്യാത്മദൈവമേ, എന്നാത്മ മാത്രമേ എന്നാത്മ
ദൈവപാദത്തിലേക്ക് ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. നമ്മുടെ ജീവിതത്തിൽ അതേ ദൈവത്തിന് ഹിതമല്ലാത്തത് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിലോ ഹിതമൊരുക്കാരെന്ന് സംബന്ധിച്ച് ഏറ്റുപറഞ്ഞ് മടങ്ങി വന്ന് ആ കാലത്തിന്റെ വേണ്ടി നമുക്ക് കാതുവർക്കാം. ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ സമയം അനുഭവിച്ചെന്ന ദൈവത്തിന്മാരോട് നന്ദി അറിയിച്ചു. ദൈവത്തിലിരിക്കുന്നു. ശ്രമിച്ച ദൈവസഭയോട് നന്ദി അറിയിക്കുന്നു. ദൈവനാമം